സിമിക്ക് എന്നെ ഓർമ്മയില്ലേ? ഇല്ല. സിമിയുടെ കല്യാണം കഴിഞ്ഞോ? ഇതെന്റെ മോനാ. മോനോ? ആ. എന്താ മോന്റെ പേര്? ശരൺ. ശരൺ. നൈസ് നെയിം. പണ്ട് തുരുത്ത് സ്കൂളിൽ വെച്ച് 3ാം ക്ലാസ് നമ്മൾ ഒരുമിച്ച് സംഘനൃത്തം ചെയ്തിട്ടുണ്ട്. നമുക്കായിരുന്നു ഫസ്റ്റ്. സിമിക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഞാൻ ഈ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നേ. ടി വിയിലുണ്ടായിരുന്നു. മുട്ടം വൈറലായിരുന്നു. പിന്നെ ഫസ്റ്റ് റൗണ്ട് തന്നെ പോയില്ലേ? അവന്റെ ശൃംഗാരം കൂടെ പഠിച്ചതാ, കൂട്ടുകാരിയാ, ക്ലോസ് ഫ്രണ്ടാ. അവിടെ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ക്ലോസ് ഫ്രണ്ട് ആണെന്ന്. ക്ലോസ് ഫ്രണ്ട് എന്ന് വന്നേ, വാ. ഈ വാർപ്പ് എടുത്ത് ഒന്ന് ഫ്രണ്ടിലോട്ടെന്ന് വെച്ചേ. ഞാൻ ഒറ്റയ്ക്കോ? പിന്നെ ഈ വാർപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ 4 പേരെ വിളിക്കാൻ പോവല്ലേ? പന പോലെ വളർന്നില്ലോ. നിന്നെ കൊണ്ട് സാധിക്കും. ഇങ്ങോട്ട് വാ. നിങ്ങൾ പിടിച്ചേ. ഫ്രണ്ടിൽ കൊണ്ട് വെക്കണം കേട്ടോ. ഇതെന്താ ഉണ്ണികളി എത്ര നീളം? നീളം വേണ്ട പിന്നെ. ഇത് പൊങ്ങി നിക്കണല്ലോ. അത് പരിചയക്കുറവുണ്ടാ. എന്താ മോളെ? എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. അയ്യോ, ബാത്റൂം ഇവിടെ അല്ലല്ലോ, അവിടെയാണ്. കുത്തിപ്പൊക്കി നിർത്തിയല്ല. ഡ്രസ്സൊക്കെ അമ്മയായിരുന്നു. എന്താടാ ഇവിടെ? ഇവിടെ ചെറിയ ഡെക്കറേഷൻ പരിപാടികൾ. ഇതെന്താ ഇവിടെ കലാപരിപാടി? ഇവിടെ നമ്മുടെ അളിയന്റെ റൂം ഡെക്കറേറ്റ് ചെയ്യുന്നു. സൃഷ്ടിക്കാൻ പോവുകയാണ്. ഇത് 2 സൈഡ് മടക്കി ഒരേ രീതിയിലുള്ള 2 അരയന്നക്കുട്ടന്മാർ റെഡി ആയിട്ടിരിക്കുന്നു. ഇതാണോ നിങ്ങൾ അരയുന്നത്? അല്ല, ഇത് ഉണ്ടാക്കിയപ്പോ അറിയുന്നായിരുന്നു. ഇപ്പൊ ഇത് പൊങ്ങിക്കണം. ഇറങ്ങി പോടാ. അല്ല, ഇൻസുലേഷൻ എന്തിനാണ്? പിടിച്ചിട്ട് പോയടാ. കുറച്ചുകൂടെ പരിപാടി നീ അങ്ങോട്ട് പോയേ. അറിയുന്ന പറഞ്ഞ ബാക്കിയൊക്കെയാണ്. എന്താണ് ഓക്കിന് എല്ലാക്കിന് പിന്നെന്താ? എന്നാ ടെറസിപ്പി ഒരെണ്ണം അടിക്കാം. മോളെ ഈ റൺവേ കണ്ട? ഇതൊക്കെ പണ്ട് ഇഷ്ടികളായിരുന്നു. പഴയ ഓർമ്മകൾ, വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് വിളിച്ച് താമസിക്കുക. മൊത്തത്തിൽ വിഷയമായിരുന്നു. ടോമിയുടെ വീട്ടിൽ കോംപ്രമൈസ്. അത് കഴിഞ്ഞ് ഞാനും മുട്ടസിപ്പിയും കൂടി വരുന്നു. മഞ്ഞപ്ര അരമന ഭാരത്തി പോകുന്ന ഒരു 1.5 അടിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, കച്ചറകളാണവിടെ, ഇവനടിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു നീ അടിച്ചോ, ഞാനില്ലാന്ന് പറഞ്ഞു. ഇവൻ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, ഇവനെ കാണാനില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ നമ്മുടെ ആശാനെ എയർമ നിർത്തിക്കുക 10 12 പേര്. അവിടെ നിന്നൊരു 10-15 മിനിറ്റ് ഞാനും മുട്ടസിപ്പിയും കൂടിയിട്ട് ചൂട്ടപാട. എല്ലാവരും പറന്നോടി. ചേട്ടന്മാരാണോ ഓടിയത്? അവരോടി, മനസ്സിലായ? ഓ, ഹലോ ഉണ്ണിയെ, തുടങ്ങാറായോ? ഇവിടെ സെറ്റ് ആവണല്ലോടാ. ഇവിടെ നല്ല ലൂബിക്ക ഉപ്പിലിട്ട തിരിപ്പുണ്ട്, എടുക്കട്ടെ? ടച്ചിങ്സ് അടിക്കാം. എടുത്തിച്ചോ. അതെ, വിളിക്കുമ്പോഴേട്ടാ മറക്കരുത്. ഓക്കെടാ. എടി, ഒരു കവറിങ് എടുത്തേ. ആരളിയാ? മറ്റേ അമ്മ ഈ സ്വർണം വെക്കാൻ ഫ്രിഡ്ജിലോ? അല്ല, എവിടെയാ വെക്കണ്ടേ? റൂമിൽ ഷെൽഫില്ലേ, അതിൽ കൊണ്ടുവച്ചാ മതി. ആ, ശരി. കുത്തി കറങ്ങാലോ. അതെ, അവൻ നിന്നോട് സാരി ഉടുക്കാൻ പറഞ്ഞതാ. നിന്റെ കുത്തി കറക്കം ഇപ്പൊ കാണിച്ചേരാട്ടാ. കള്ളൻ പോയാ. അജിമോള് പുട്ടിന് വേണ്ടിയിട്ടുള്ള 4 മുളിക്കാനുള്ള കുറ്റി ഉണ്ടായിരുന്നു. അതെടുത്തോർത്തന്നെ നാട്ടും പുറത്ത് കൊട്ടുക്കലും കോഴിക്കൂടിന്റെ അടിയിൽ നിന്ന് കരയടത്. എനിക്ക് തന്നെ വിഷമം. ഒന്നുങ്ങ് വന്നേ.
ഞാനൊരു കഥ പറയട്ടാ. കഥ പറഞ്ഞിട്ട് ഡേറ്റ് മേടിക്കും ഇവിടെ മമ്മൂട്ടിയൊന്നും ഇല്ല. ഒന്ന് എണീറ്റ് വന്നേ. ചേട്ടൻ എന്നാ പൊക്കോ. കണ്ട പയ്യൻ പറഞ്ഞിട്ടില്ലേ? ബാബാ എണീറ്റോ. ഇപ്പൊ വരാട്ടാ. ഇതേതാണ്ട് തൊപ്പിക്കാരൻ കൂട്ടാ. അത് നമ്മുടെ ജോൺസന്റെ ഇളയതാ. പൊടിയാൻ മൈൻഡ് ചെയ്യണ്ട. വൃത്തിട്ടാ. ആ എന്തിന്റെ അത്യാവശ്യം? അതെ, നമ്മുടെ ആരോമലിന് എന്തോ ഒരു പന്തിയേട്, എന്തോന്നിക്കട്? ഒരു ഭയം. ഭയ ഒന്നുമില്ല പൊന്നു, ഒന്ന് മാറിയേ. അമ്പിളി, ഞാൻ നേരത്തെ സാരി ഉടുക്കാനാണ് പറഞ്ഞത്, മനസ്സിലായോ? മനസ്സിലായി. ദേ സാരി. എന്റെ ഭാഗ്യം. കിടി 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 കിടി. കണ്ട കണ്ട കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇവനെന്തോ എന്താ കുഴപ്പമുണ്ടാവിന്. നീ വന്നേ. ഇവന് പെണ്ണ് കിട്ടിയപ്പോ പ്രാന്തങ്ങനെ ആക്കണോ? അളേ സ്വന്തം കൊച്ചിനെ വേറൊരാളെ കൊണ്ട് പ്രസവിപ്പിച്ചിട്ട് അത് സ്വന്തം കൊച്ചാന്ന് പറയുന്നതിൽ എന്ത് ന്യായവിരിക്കുന്നു? അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. പിന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ എടുക്കുന്ന ലോകത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇതിനെയാണ് പറയുന്നത് സരോഗസി എന്ന്. സരോണി ചേച്ചി, ഞാൻ നയൻതാരയുടെ ഭാഗത്താ. നയൻതാര ചെയ്തത് തെറ്റേച്ച് പറഞ്ഞു തന്നെയാ ശരി. നയൻതാരാണ് ഇവിടുത്തെ വിഷയം. അല്ല, നിനക്ക് ഇവിടെ ഒരു പെണ്ണാലോചിച്ചോണ്ടിരിക്കുന്നു. നേരത്തെ മോളുടെ കാര്യം പറഞ്ഞു, അവളെ ഞാൻ കെട്ടിക്കോളാം. ഇതാ ഞാൻ പറഞ്ഞത്, ചെറുക്കൻ ഒരു പന്ന ചെറുക്കനാണ്. ഇവൻ ഒരിക്കലും പെണ്ണ് കിട്ടാൻ പോകുന്നില്ല. അതല്ലേ ഞാൻ നിങ്ങളുടെ മോളെ കെട്ടിക്കോളാം. പൊന്നേറ്റൊന്നും മിണ്ടാണ്ടിരിക്കോ. ഇനിയെങ്കിലും അവനൊന്ന് വെറുതെ വിടും. ചേച്ചി പോകുമ്പോ ഫുഡ് അളിയാ, വാ. അളിയനൊന്നുമില്ല. എന്താ? വാ, പറയാം, വാ. ഏയ് എന്താ? ഏയ് കൈ വലിക്കില്ലേ? അവിടെ ഇരിക്ക്. അളിയന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാ? ടെൻഷനില്ല, വയറുവേദന ഉണ്ട്. നേരത്തെ മധുരം കഴിച്ചെന്റെ. അതൊന്നല്ല, പെരുമാറ്റത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ? അതെ, ഇപ്പൊ ഇവിടെ ആരുമില്ല. സാധനോട് ഇരിപ്പുണ്ട്. ഒന്നടിച്ചോ ടെൻഷൻ മാറും. എനിക്കെങ്ങും വേണ്ട. നിങ്ങക്ക് വേറെ പണിയില്ലാണ്ടാണ്. വെറുതെ അല്ലേ ഇവിടെ പെണ്ണിട്ടാത്ത ഉടുക്കത്തെ കുടിയാണ്. അളിയാ, അനി പറഞ്ഞാലും കാര്യമുണ്ട്. ജ്യൂസിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. ഒരാളറിയില്ല ഒരു തരത്തിന്. അശോ, കാറ്ററിംഗുകാർക്ക് കാശ് കൊടുത്തിട്ടില്ല. ഞാനിപ്പോ വരാ. മറ്റേ കാര്യം രക്ഷപ്പെട്ട്. അനിയെ, ഒരു കോക്ടെയിൽ റെഡിയാക്കി വെച്ചോ. അളിയനെ ഞാൻ പറഞ്ഞ സെറ്റ് ആക്കിയോളാം. അതിന് സാധനം ഇവിടെ ഇരിക്കുന്നു. സാധനം തേച്ച് ലാബിൻ്റെ അടി ഇരിക്കുന്നു. അതപ്പോ കൊണ്ടുവച്ചു. അത് ഞാൻ കൊണ്ടുവച്ചു. നീയൊക്കെ നേരത്തെ കണ്ട വല്ലതും ഉണ്ടാവില്ല. അളിയാ, മറ്റേ ഈ കുലിക്കണ സാധനം ഉണ്ടോ? നീ ഇവിടെ കുലിക്കൊണ്ടിരുന്നോ? ഇവിടെ ആമ്പിള്ളേരെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുക. ഉള്ളത് വെച്ച് ചെയ്യടാ. അവൻ്റെ കുലിക്കണ സാധനം പ്രസവിച്ചു എന്ന് വെച്ച് സൗന്ദര്യം അങ്ങ് പോവില്ലേ? അവര് സിനിമാ നടിയല്ലേ? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. അവർക്ക് ശരീരവും സൗന്ദര്യമൊക്കെ നോക്കണ്ടേ? ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നെങ്കിലേ ഞാനിതുപോലെയൊക്കെ ചെയ്താനെ. പ്രസവിക്കാനും നിൽക്കില്ലല്ലോ. നാരണ പ്രസവിച്ച തള്ളി പറയണേ. എന്തറിഞ്ഞിട്ട് ഈ പറയണേ? എന്താ കുഴപ്പം? എല്ലാവരും ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നാ. ഞങ്ങള് വല്ലപ്പോഴും കാണുന്നവരല്ലേ. ഓ